എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മെ ബാധിച്ച നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും പ്രത്യേകിച്ച് ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളും അതുമായി ബന്ധപ്പെട്ട നിയമവിശകലനങ്ങളും നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസും ലഭ്യമാക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രത്യേകിച്ച് നമ്മുടെ പവർ കട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. റായ്പൂർ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടിലെ ഗ്രാൻഡ് വിറ്റാര E20 പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള ആ കാറിന് ഒരു പ്രോബ്ലം പറ്റിയപ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ട് അവർക്ക് ഈ കംപ്ലൈനന്റിന് നഷ്ടപരിഹാരം വിധിച്ചു. പ്രത്യേകിച്ച് ഈ കാർ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ 20.5 ലക്ഷം കൊടുത്ത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നത്. മണിമൂൾ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾക്ക് സ്വമേധയാ നടപടി സ്വീകരിക്കാമെന്ന് കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. SIR കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി ഉണ്ട്. സോന വാങ്ചുക് നിരാഹാര സമരം നാം എല്ലാവരും ഇപ്പോൾ കാണുന്ന ആ ഒരു വലിയ സമരമാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളുമായുള്ള കാര്യങ്ങളും തുടർന്നുള്ള നിയമ വിശകലനങ്ങളും മറ്റ് പ്രധാന വാർത്തകളുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പവർ കട്ടിനെ പറ്റി അറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ ന്യൂസായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ പവർ കട്ട്. നമ്മുടെ പൂക്കി CM ഉള്ള യോഗങ്ങളിൽ പോലും കറണ്ട് പോകുന്നൊരു കണ്ടീഷനാണ്. പല വലിയ മീഡിയ ചാനൽസിലും അവർക്ക് കഴിഞ്ഞ 10 വർഷം ജനറേറ്ററോ ഇൻവേർട്ടറോ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രയധികം പവർ കട്ടുകൾ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വാർത്താ സമയങ്ങളിലാണ് ഗസ്റ്റും എല്ലാവരും ഇരിക്കുന്ന ആ ഡിസ്കഷൻ ടൈമിലൊക്കെയാണ് പവർ കട്ട്. അങ്ങനത്തെ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തുടർന്ന് കർണാടകയിൽ നിന്നും മറ്റും ഇത് ഇലക്ട്രിസിറ്റി വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഎഫിഷ്യൻസിയാണ് ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി റായ്പൂർ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ട് വന്നൊരു വിധിയാണ്. ഗ്രാൻഡ് വിറ്റാര E20 ഫ്യൂവൽ കാറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിധിയാണ്. അപ്പോൾ ആ കാറും ഇവിടെ ഒരു പ്രോബ്ലം വന്നു. ഈ E20 ഈ ഒരു ഫ്യൂവൽ പെട്രോൾ അടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ ആ കംപ്ലൈനന്റ് അവിടുത്തെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഫോറത്തെ സമീപിച്ചു. അപ്പോൾ കൺസ്യൂമർ ഫോറം ഈ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. ഈ കാറ് അവർക്ക് പുതിയ കാറ് കൊടുക്കുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ടത് 20.5 ലക്ഷം അത് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, നഷ്ടപരിഹാരവും കൂടെ കൊടുക്കുന്നതാണ്. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇവർ കമ്പനി അപ്പീൽ പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മണിമൂൾ അക്കൗണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഈ മണിമൂൾ അക്കൗണ്ട് നാം കഴിഞ്ഞ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നോർത്ത് ഇന്ത്യയിലുള്ള പലരും നമ്മുടെ ഇവിടുത്തെ യുവാക്കളുടെയൊക്കെ അക്കൗണ്ട് ചെറിയ പണം കൊടുത്ത് വാങ്ങി അവർ അതിലൂടെ തട്ടിക്കുന്ന പണങ്ങൾ നിക്ഷേപിച്ചിട്ട് തുടർന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ അക്കൗണ്ടിലേക്കാണ് ഈ അക്കൗണ്ടിൻ്റെ ഹോൾഡേഴ്സിലേക്കാണ്, ഉടമകൾക്കാണ് പോലീസ് അന്വേഷിക്കുന്നത്. തുടർന്ന് അവരാണ് നിയമ നടപടികൾ മുന്നോട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയരാകുന്നത് ഈ ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മൂൾ അക്കൗണ്ട് എന്ന് ബാങ്കുകൾക്ക് സംശയം തോന്നുന്ന അക്കൗണ്ടുകളെ ഫ്രീസ് ചെയ്യാം. അതിനുവേണ്ടി അന്വേഷണ ഏജൻസിയുടെ അനുമതി വേണ്ട എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിൻ്റെ അകത്ത് അവർക്ക് SMS അയക്കണം. അതോടൊപ്പം തന്നെ 3 ദിവസത്തിൻ്റെ അകത്ത് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിന് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത അറിയിപ്പ് അറിയിക്കുകയും ചെയ്യണം. തുടർന്ന് അവർക്ക് 1 മാസത്തെ സമയം കൊടുക്കും ഇതിന് വിശദീകരണം നൽകുവാനായിട്ട്. തൃപ്തികരം ആണ് വിശദീകരണമെങ്കിൽ ഈ ഫ്രീസ് ചെയ്ത് അൺഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്കുകൾക്ക് പോലീസിന് ഈ പരാതി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. SIR കേസുമായി ബന്ധപ്പെട്ടും ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അതോറിറ്റി സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് ഇല്ല എന്നതാണ്. അവർക്ക് ജസ്റ്റ് പൗരത്വം ബന്ധപ്പെട്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്നല്ലാതെ പൂർണ്ണമായി പൗരത്വം നിർണ്ണയിക്കേണ്ട അതോറിറ്റി ഈ ECIക്ക്, അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് ഇല്ല എന്നതാണ് സുപ്രീം കോടതിയുടെ ഒരു വിധിയായിട്ട് വന്നിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ ഏറ്റവും സെൻസേഷണലായി നടക്കുന്നൊരു ന്യൂസാണ് സോന വാങ്ചുക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ന്യൂസ്. അപ്പോൾ
ഈ ഒരു കാര്യം സെൻട്രൽ ഗവൺമെൻറ് വളരെ നിസ്സാരവൽക്കരിച്ചാൽ അത് വലിയ ഭവിഷ്യത്തായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ യുവാക്കളൊക്കെ ആകെ ഇളകിയിരിക്കുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇഷ്യൂസ് വളരെ പെരുകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ അവരെ അനുകൂലിച്ചുകൊണ്ട് സോന വാങ്ചുക്ക് ഇപ്പോൾ ഈ ഒരു നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ നാളുകളിലൊക്കെ അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ ആവശ്യം എന്നത് അത് വളരെ ജെന്യുവിനാണ്. അത് രാജ്യമൊട്ടാകെ ഏറ്റെടുത്ത കാര്യമാണ്. ഇടത് പാർട്ടികൾ, SP, പിന്നെ ആം ആദ്മി പാർട്ടിയൊക്കെ അവർക്ക് പിന്തുണയും അർപ്പിച്ചെത്തിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇതൊരു വലിയൊരു സെൻസേഷണൽ ഇഷ്യൂ ആണ് എന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ വളരെ വലിയ ഭവിഷ്യത്തായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു. ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും ഇപ്രകാരം വിജ്ഞാനപ്രദമായ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. എല്ലാവർക്കും